ഹലോ ഓൾ, വെൽക്കം ടു ICA അക്കാദമി. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ 2015 നടന്ന KSEB സബ് എഞ്ചിനീയർ എക്സാംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആദ്യത്തെ 45 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി എന്ത് ചെയ്യാം, നെക്സ്റ്റ് ഒരു 15 സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫിലമെന്റ് ലാമ്പ് വർക്ക് അറ്റ് എ പവർ ഫാക്ടർ ഓഫ്. എന്താണ് നമ്മുടെ ഫിലമെന്റ് ലാമ്പ് ഏത് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എന്തിരിക്കുന്ന ഓപ്ഷൻസ് എന്താണ്, 5, 1, 7, 0. ഓക്കെ, അതെപ്പോഴും പവർ ഫാക്ടറിൻ്റെ വാല്യൂ, മാക്സിമം വാല്യൂ ഓഫ് എ പവർ ഫാക്ടർ എന്ന് പറയുന്നത് എന്താ, മാക്സിമം വാല്യൂ ഓഫ് എ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും അല്ല കറക്റ്റ് എന്നറിയാം. പിന്നെ നമുക്ക് എന്തേ ഉള്ളൂ, ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും മാത്രമേ ഉള്ളൂ. ഒരു ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുന്നത് എന്താ, ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ് അല്ലേ, അവിടെ യൂസ് ചെയ്യുന്നത് നിക്രോം ആണ്. ആ വർക്കിംഗ് പ്രിൻസിപ്പിൾ അല്ലേ നമ്മുടെ ഫിലമെന്റ് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ പവർ ഫാക്ടർ എന്താണ്, നിക്രോമിന്റെ പവർ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, റെസിസ്റ്റൻസിന്റെ പവർ ഫാക്ടർ എന്താണ്, 1 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക എന്താണ്, ആൻസർ ഓപ്ഷൻ ബി ആണ് എന്ത് വരിക, നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഫിലമെന്റ് ലാമ്പ് ഏത് പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്, 1ലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഫിലമെന്റ് ലാമ്പ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ലാമ്പ് ഹാസ് എ ഹയസ്റ്റ് ലൂമിനൻസ് എഫിഷ്യൻസി. ഇതിൽ ഏതിനാണ് ഹയസ്റ്റ് ലൂമിനൻസ് എഫിഷ്യൻസി ഉള്ളത്. അപ്പോൾ എന്താ ലൂമിനൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൂമിനൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് സോഴ്സിനെ കൊണ്ട് നമുക്ക് എത്രത്തോളം വിസിബിൾ ആവുന്നത്, അതാണ് എന്തെന്ന് പറയുന്നത്, അതിൻ്റെ ലൂമിനൻസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ വെൽ ലൈറ്റ് സോഴ്സ് ആർ നമുക്ക് എന്ത് ചെയ്യണം, വിസിബിൾ ടു അസ്, വിസിബിൾ നമുക്ക് എത്രത്തോളം അതിന് വിസിബിൾ ആവുന്നു, അതാണ് അതിൻ്റെ ലൂമിനൻസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ആ ലൂമിനൻസ് എഫിഷ്യൻസിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ലൂമിനൻസ് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ വാട്ടാണ് എന്ത് എന്ന് പറയുന്നത്, ലൂമിനൻസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. എന്താണ് ലൂമിനൻസ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൂമിനൻസ് എഫിഷ്യൻസി ഈക്വൽ ടു ലൂമിനൻസ് ഫ്ലക്സ് ബൈ വാട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് എന്തായിരിക്കും, ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ലൂമിനൻസ് എഫിഷ്യൻസി ഫ്ലക്സ് ഡിവൈഡഡ് ബൈ പവർ. ഓക്കെ, ഇതിൻ്റെ യൂണിറ്റ് വരുന്നത് ലൂമൻ പെർ വാട്ടാണ്. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലൂമിനൻസ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതിനാണ് ലൂമിനൻസ് എഫിഷ്യൻസി കൂടുതലുള്ളത്, ലൂമിനൻസ് എഫിഷ്യൻസി ഏറ്റവും കൂടുതലുള്ളത് ഏതിനാണ്, സോഡിയം വേപ്പറിനാണ് എന്ത് വരുന്നത്, ലൂമിനൻസ് എഫിഷ്യൻസി ഏറ്റവും കൂടുതലുള്ളത്. ഏറ്റവും കുറവ് ഏതിനാണുള്ളത്, ഇൻകാൻസെന്റ് ലാമ്പ് അല്ലെങ്കിൽ ഫിലമെന്റ് ലാമ്പിനാണ് എന്ത് വരുന്നത്, ലൂമിനൻസ് എഫിഷ്യൻസി ഏറ്റവും കുറവുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൂമിനൻസ് എഫിഷ്യൻസി ഏതിനാണ് വരുന്നത്, നമ്മുടെ സോഡിയം വേപ്പർ ലാമ്പ് ആണ് എന്ത് വരുന്നത്, നമ്മുടെ ലൂമിനൻസ് എഫിഷ്യൻസി കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ഏതാ, പിന്നെ വരുന്നത് ഫ്ലൂറസെന്റ് ലാമ്പിനാണ്. നെക്സ്റ്റ് സോഡിയം വേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ ഫ്ലൂറസെന്റ് ലാമ്പ്. പിന്നെ വരുന്നതാണ് എന്താണ്, CFL ക്ലോറോ ഫ്ലൂറോ ലാമ്പ് വരുന്നത്. പിന്നെ വരുന്നതാണ് മെർക്കുറി ലാമ്പ്. പിന്നെ വരുന്നതാണ് ഇൻകാൻസെന്റ് ലാമ്പ്. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ലൂമിനൻസ് എഫിഷ്യൻസിയുടെ ഓർഡർ വരുന്നത്. ഓക്കെ ആണല്ലോ. ലൂമിനൻസ് എഫിഷ്യൻസി കൂടുതൽ വരുന്നത് സോഡിയം വേപ്പറിനും, ഏറ്റവും കുറവ് വരുന്നത് ഇതിനാണ്, ഏറ്റവും കുറവ് വരുന്നത് ഇൻകാൻസെന്റ് ലാമ്പിനുമാണ്. അതിന് സോഡിയം വേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് ഏതിനാണ്, സോഡിയം വേപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്നത് ഫ്ലൂറസെന്റ് ലാമ്പിനാണ്. അത് കഴിഞ്ഞാൽ CFL, അത് കഴിഞ്ഞാൽ മെർക്കുറി, അത് കഴിഞ്ഞാൽ ഇൻകാൻസെന്റ് ലാമ്പ്. ഇങ്ങനെയാണ് എന്ത് വരുന്നത്, ലൂമിനൻസ് എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്ന ഓർഡർ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഏതാണ്, സോഡിയം വേപ്പറാണ് വരുന്നത്. ഇൻ എൻ ഇല്ലുമിനേഷൻ സ്പേസ് ടു ഹൈറ്റ് റേഷ്യോ ഈസ്. ഒരു ഇല്ലുമിനേഷൻ്റെ കേസിൽ സ്പേസും അതുപോലെ തന്നെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കണം, സ്പേസും ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. ഓക്കെ, അതായത് അതിൻ്റെ സ്പേസ് 1 ആണെങ്കിൽ എന്താണ്, അതിൻ്റെ ഹൈറ്റ് 2 ആയിരിക്കണം. അങ്ങനെയാണ് എന്ത് വരുന്നത്, ഇല്ലുമിനേഷനിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ യൂസ് ചെയ്യുന്ന ഒരു കോഡ്, നമ്മുടെ യൂസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ആണ് ഇത് എന്ന് പറയുന്നത്. എന്താണ്, സ്പേസും അതുപോലെ തന്നെ ഹൈറ്റും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:2 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും, 1:2 ആണ് വരിക. ഓക്കെ ആണല്ലോ.
The induction motor cannot run at a synchronous speed because if so, rotor EMF would be 0, rotor current would be 0, rotor torque would be 0, all of the above. എന്താ നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ വരിക. കാരണം എന്താ, ഇൻഡക്ഷൻ മോട്ടോറും സിൻക്രണസ് മോട്ടോറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇൻഡക്ഷൻ മോട്ടോറിൽ എന്താണ്, ലോക്കിങ് സംഭവിക്കുന്നില്ല. ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, റോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ റോട്ടറും അതുപോലെ തന്നെ സ്റ്റേറ്ററും തമ്മിൽ എന്തുണ്ടായിരിക്കണം, ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായിരിക്കണം. റോട്ടറും സ്റ്റേറ്ററും സെയിം സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കില്ല, അവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ റിലേറ്റീവ് ഫ്ലക്സ് ഉണ്ടാവില്ല. അങ്ങനെ റിലേറ്റീവ് ഫ്ലക്സ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല, അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യില്ല. അങ്ങനെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല, നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യില്ല. അതാണ് ഈ ഇൻഡക്ഷൻ മോട്ടറും അതുപോലെ തന്നെ സിൻക്രണസ് മോട്ടറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ഇൻഡക്ഷൻ മോട്ടറിൽ എന്ത് സംഭവിക്കരുത്, മാഗ്നറ്റിക് ലോക്കിങ് സംഭവിക്കരുത്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ കറണ്ട് ഇൻഡ്യൂസ് ഉണ്ടാവില്ല, ടോർക്ക് ഉണ്ടാവില്ല, EMF ഉണ്ടാവില്ല ഇവിടെ റോട്ടർ സർക്യൂട്ടിൽ. ഓക്കെ, അപ്പോൾ എല്ലാം വരുന്നത് എന്താ, റോട്ടർ EMF വുഡ് ബി 0, റോട്ടർ കറണ്ട് വുഡ് ബി 0, റോട്ടർ ടോർക്ക് വുഡ് ബി 0. അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ വരിക എന്താണ്, ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്ത് വരിക, നമ്മുടെ ആൻസർ വരിക. ഓക്കെ ആണല്ലോ. ഇതെന്ന് പറയുന്നത് എന്താ, നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ഈ പറഞ്ഞ കാര്യം. നെക്സ്റ്റ്, semi-closed or a totally closed slots are used in a three-phase induction motor essentially to. എന്തിനാണ് നമ്മുടെ സെമി ക്ലോസ്ഡോ അല്ലെങ്കിൽ ക്ലോസ്ഡോ ആയിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ എന്താണ്, റെഡ്യൂസിങ് മാഗ്നറ്റൈസിങ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സെമി ക്ലോസ്ഡോ അല്ലെങ്കിൽ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ലോട്ട്സ് യൂസ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിൽ. അങ്ങനെയാണെങ്കിൽ DC മെഷീനിൽ യൂസ് ചെയ്യുന്ന സ്ലോട്ട് ഏതാണ്, DC മെഷീനിൽ യൂസ് ചെയ്യുന്നത് ഓപ്പൺ സ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ ആൻസർ എന്ത് വരും, റെഡ്യൂസിങ് ദി മാഗ്നറ്റൈസിങ് കറണ്ട്. മാഗ്നറ്റൈസിങ് കറണ്ടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മുടെ സെമി ക്ലോസ്ഡ് അല്ലെങ്കിൽ ടോട്ടലി ക്ലോസ്ഡ് സ്ലോട്ട്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, in a DC machine the armature windings are placed on the rotor for a effective. ഒരു DC മെഷീൻ്റെ കേസിൽ എന്താ, ആർമേച്ചർ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, റോട്ടറിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ കേസിലും എന്താണ്, ആർമേച്ചർ എന്ന് പറയുന്നത് സ്റ്റേറ്ററാണ്. ഈ DC മെഷീനിൽ ആർമേച്ചറിൽ റോട്ടറിൽ വെക്കുമ്പോൾ നമ്മൾ കുറേ ഡിസഡ്വാൻറ്റേജ് പഠിച്ചിട്ടുണ്ട്. ബട്ട് നമ്മുടെ ആർമേച്ചർ റോട്ടറിൽ വെക്കാനുള്ള കാരണം എന്താ, ടു ഫെസിലേറ്റ് കമ്മ്യൂട്ടേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ കമ്മ്യൂട്ടേഷൻ സ്മൂത്തായി നടക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ റോട്ടർ ആർമേച്ചർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് കമ്മ്യൂട്ടേഷനെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് എ മെക്കാനിക്കൽ റെക്ടിഫയർ ആണ് അല്ലേ. എന്ത് ചെയ്യാണ്, നമ്മുടെ ആർമേച്ചറിൽ ഉണ്ടാവുന്നത് എന്താണ്, ആർമേച്ചറിൽ ഉണ്ടാവുന്നത് AC കറണ്ടാണ്. നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് എന്താണ്, DC ആണ് കിട്ടേണ്ടത്. അങ്ങനെ AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്നത് എവിടെ, DC ജനറേറ്ററിൽ AC-നെ DC ആക്കി കൺവേർട്ട് ചെയ്യുന്ന ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. അതിനെ ഫെസിലേറ്റ് ചെയ്യുന്നതാണ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കമ്മ്യൂട്ടേഷനെ ഫെസിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആർമേച്ചറിനെ റോട്ടറിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ C ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The most powerful electromagnet in a normal DC machine operating at full load condition. ഏതാണ് മോസ്റ്റ് പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റ് എന്നാണ് ഒരു DC മെഷീനിലെ മോസ്റ്റ് പവർഫുൾ ഏതായിരിക്കും, നമ്മുടെ ഫീൽഡ് വൈൻഡിങ് ആയിരിക്കും. ബാക്കിയൊക്കെ എന്താണ്, നമ്മുടെ എയ്ഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം മോസ്റ്റ് പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റ് എന്തായിരിക്കും, നമ്മുടെ ഫീൽഡ് വൈൻഡിങ് തന്നെയായിരിക്കും. അപ്പം നമ്മുടെ ആൻസർ വരും എന്താണ്, ഫീൽഡ് വൈൻഡിങ് ഈസ് ദി മോസ്റ്റ് പവർഫുൾ ഇലക്ട്രോമാഗ്നറ്റ്. ബാക്കി ഏതായിക്കഴിഞ്ഞാലും, ഇന്റർപോൾ ആയിക്കഴിഞ്ഞാലും, കോമ്പൻസേറ്റ് ആയിക്കഴിഞ്ഞാലൊക്കെ എന്താണ്, പല കാര്യങ്ങളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫീൽഡ് വൈൻഡിങ് ആണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഫ്ലക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫുൾ ലോഡ് കണ്ടീഷനിൽ മോസ്റ്റ് എഫക്റ്റീവ് ഇലക്ട്രോമാഗ്നറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് ഈസ് എ ഫീൽഡ് വൈൻഡിങ് ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ A ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരിക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം.
വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആസ് കോൾഡ് എ സ്ട്രേ ഫ്ലക്സ്. സ്ട്രേ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു അൺവാണ്ടഡ്, നമ്മുടെ ഡിവൈസിൻ്റെ ഒക്കെ മുകളിൽ ഉണ്ടാകുന്ന ഒരു അൺവാണ്ടഡ് ഫ്ലക്സ് ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രേ ഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആർമേച്ചർ ഫ്ലക്സ് ആണോ? ആർമേച്ചർ ഫ്ലക്സ് അല്ല, കാരണം ആർമേച്ചർ ഫ്ലക്സ് ഒരിക്കലും എന്തല്ല, അൺവാണ്ടഡ് അല്ല. അതുപോലെ തന്നെ ഫീൽഡ് ഫ്ലക്സും അല്ല. എന്താണ് നമ്മുടെ സ്ട്രേ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മുടെ സ്ട്രേ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീക്കേജ് ഫ്ലക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രേ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആൻസർ കൊടുത്തിരിക്കുന്നത് ലീക്കേജ് ഫ്ലക്സ് ആണ്. നമുക്ക് എന്ത് കൊടുത്തിരിക്കുന്നത്, ആൻസർ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, next question. When a coil moves through a time of varying flux, the induced EMF present in the coil. അതായത് എന്താണ്, ഒരു കോയിൽ എവിടെയാണ് ടൈം വാരിങ് ഫ്ലക്സിലൂടെ മൂവ് ചെയ്യാണ്. കോയിൽ എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ എന്ത് ചെയ്യാണ്, ഒരു ടൈം വാരിങ് ഫ്ലക്സിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന EMF എന്ന് പറയുന്നത് എന്താണ്, ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് ആണോ, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് ആണോ, മോഷണൽ EMF ആണോ, ബോത്ത് ഡൈനാമിക്കലി ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണോ? അപ്പോൾ എന്താ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് എവിടെ ക്രിയേറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്, ട്രാൻസ്ഫോമറിൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് എക്സാമ്പിളാണ്. ഓക്കെ, ട്രാൻസ്ഫോമറിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF എന്താണ്, സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ്. അപ്പോൾ ആ പേര് തന്നെയുണ്ട്, എന്താ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവില്ല, മൂവിങ് എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു AC സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ആ AC സപ്ലൈ കൊണ്ട് എന്തുണ്ടാവുന്നു, പ്രൈമറി കോയിൽ ഒരു ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാവുന്നു. അതെന്ത് ചെയ്യാണ്, സെക്കൻഡറി കോയിൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള, അതായത് മൂവിങ് എലമെന്റ്സ് ഒന്നും ഇല്ലാതെ എന്താണ് ഇവിടെ ഫ്ലക്സ് മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. അതായത് ഒരു ടൈം വാരിങ് ഫ്ലക്സിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അവിടെ ഫ്ലക്സ് കോൺസ്റ്റൻ്റ് ആവാം, ബട്ട് എന്ത് ചെയ്യണം, നമ്മുടെ എലമെൻറ്റ് എന്ത് ചെയ്യണം, അവിടെ ഒരു റൊട്ടേറ്റിംഗ് എലമെൻറ്റ് ഉണ്ടാവും. നമ്മുടെ DC ജനറേറ്റർ എടുത്തു കഴിഞ്ഞാലും AC ജനറേറ്റർ എടുത്തു കഴിഞ്ഞാലും ഒക്കെ എന്താണ്, ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് അവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ടൈം വാരിങ് എലമെൻറ്റും ഉണ്ട്, ടൈം വാരിങ് ഫ്ലക്സും ഉണ്ട്, അതുപോലെ തന്നെ മൂവിങ് എലമെൻറ്റും ഉണ്ട്. അതായത് എന്താണ്, അവിടെ രണ്ട് ടൈപ്പിലുള്ള EMF ഇൻഡ്യൂസ് ചെയ്യാം. അതായത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കാം, അതുപോലെ തന്നെ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് വരും, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. എന്താണ്, ബോത്ത് ഡൈനാമിക്കലി ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇങ്ങനെയാണ്. അതായത് ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കുമ്പോൾ നമ്മൾ എന്തുമായിരിക്കും, ഇറ്റ് ഈസ് എ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF ആണെന്ന് വിചാരിക്കും. ബട്ട് എന്താണ്, രണ്ടും കറക്റ്റായിട്ട് നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് പറയാം, അവിടെ എന്തുണ്ട്, ഡൈനാമിക്കലി ഉണ്ടാവും, അതുപോലെ തന്നെ സ്റ്റാറ്റിക്കലി ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ത്രീ-ഫേസ് SCIM. ത്രീ-ഫേസ് SCIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടോർ. Stator rewound for a 6 poles without any alternation in the rotor will run at a speed. Options തന്നിരിക്കുന്നത് ലെസ് ദാൻ 1000 RPM, ലെസ് ദാൻ 1500, ലെസ് ദാൻ 1200 ആൻഡ് 0 RPM. എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുക, നമ്മുടെ സ്റ്റേറ്ററിൻ്റെ പോൾസിൻ്റെ എണ്ണം 6 പോൾസ് ആക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ റോട്ടറിൻ്റെ സ്പീഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്തെടുക്കാം, ഫ്രീക്വൻസി എന്ന് പറയുന്നത് F=50 ഹെർട്സ് എടുക്കാം. ഓക്കെ, 50 ഹെർട്സ് എടുക്കാം. അങ്ങനെയാണെങ്കിൽ സ്റ്റേറ്റർ സ്പീഡ് എന്താ, സ്റ്റേറ്റർ സ്പീഡ് NS = 120 F/P അല്ലേ? ഓക്കെ, ഇവിടെ Pൻ്റെ എണ്ണം എത്ര തന്നിരിക്കേണ്ടത്, 6 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 120 × 50/6 വിച്ച് ഈസ് ഈക്വൽ ടു 1000 RPM അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 1000 RPM. ഓക്കെ, സ്റ്റേറ്ററിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 1000 RPM ആണെങ്കിൽ റോട്ടറിൻ്റെ സ്പീഡ് എന്തായിരിക്കും, എപ്പോഴും അതിനേക്കാൾ, ഒരു ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ കേസിൽ റോട്ടർ സ്പീഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്റ്റേറ്റർ സ്പീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഇറ്റ് ഈസ് ലെസ് ദാൻ 1000 RPM ആയിരിക്കും എന്തെന്ന് പറയുന്നത്, 1000 RPM ആയിരിക്കും എന്തെന്ന് പറയുന്നത്, റോട്ടറിൻ്റെ സ്പീഡ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ത് വരും, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ വരും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് നമ്മൾ ഇവിടെ ആകെ ഫ്രീക്വൻസി =50 ആണെന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, അസ്യൂം ചെയ്താൽ മതി. ബാക്കിയൊക്കെ എന്താണ്, ഈ ഇക്വേഷനൊക്കെ നമുക്ക് അറിയുന്നതാണ്. അതിൽ എന്താണ്, റോട്ടർ എന്ന് പറയുന്നത് എപ്പോഴും സ്പീഡ് ഈസ് ഓൾവേസ് ലെസ് ദാൻ എന്തായിരിക്കും, സ്റ്റേറ്റർ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡിനേക്കാളും കുറവായിരിക്കും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടേക്ക് പോവാം.
A three-phase star-connected induction motor takes a 20 ampere from a supply. When connected in delta, the motor will take a current of. അതായത് ഇവിടെ എന്താ, ഇത് ഏതിനൊരു എക്സാമ്പിൾ, ഇത് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ അതുപോലെ തന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിങ്ങിന് ഒരു ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ അതായത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ലൈൻ കറണ്ടിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു സ്റ്റാർ ഡെൽറ്റേൻ്റെയും അതുപോലെ തന്നെ സ്റ്റാർ കണക്ഷൻ്റെയും അതുപോലെ തന്നെ ഡെൽറ്റ കണക്ഷൻ്റെയും സ്റ്റാർട്ടിംഗ് കറണ്ടിൻ്റെ ലൈൻ കറണ്ടുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഓഫ് സ്റ്റാർ കണക്ഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാർട്ടിംഗ് ഓഫ് ഡെൽറ്റ കണക്ഷൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 1/3 ആയിരിക്കും. ഒരു ലൈൻ കറണ്ടിൻ്റെ കേസിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓഫ് ഡെൽറ്റ എന്ന് പറയുന്നത് 3 ടൈംസ് ഓഫ് സ്റ്റാർട്ടിംഗ് ഓഫ് സ്റ്റാർ കണക്ഷൻ ആയിരിക്കും. ഓക്കെ, അതേ തിരിച്ച് ഫേസ് കറണ്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഫേസ് കറണ്ടിൻ്റെ റിലേഷൻ എന്താ, ഫേസ് കറണ്ടിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഓഫ് സ്റ്റാർ divided by starting of delta. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഓഫ് ഡെൽറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 1/√3 ആണ്. ഓക്കെ, 1/√3 ആണ് ഫേസ് കറണ്ടിൻ്റെ കേസിൽ വരുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെക്കാം. ഇനിയിപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഇൻഡക്ഷൻ മോട്ടോർ എത്ര ആംപിയർ എടുക്കുന്നുണ്ട്, 20 ആംപിയർ എടുക്കുന്നുണ്ട്. ഏത് കണ്ടീഷനിൽ, നമ്മുടെ സ്റ്റാർ കണക്ഷൻ്റെ കണ്ടീഷനിൽ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ കണക്ഷൻ്റെ കണ്ടീഷനിൽ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ വരാം, ഇവിടെ ഫേസ് നമ്മൾ പൊതുവേ ലൈൻ സപ്ലൈ വരുമ്പോൾ എടുക്കുന്നത് എന്താണ്, ഇറ്റ് ഈസ് എ ലൈൻ കറണ്ട്. സപ്ലൈയിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ എന്താ പറയുക, ഇറ്റ് ഈസ് എ ലൈൻ കറണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരുന്നു വരിക, അങ്ങനെയായിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ വരിക എന്താണ്, 20 ആണ്. സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ 20 ആണ്. ഓക്കെ, 20 ആണ് സ്റ്റാർ കണക്ഷൻ്റെ കേസിൽ. നമുക്ക് ഡെൽറ്റ ആണ് അറിയാത്തത്. അങ്ങനെയാണ് ഡെൽറ്റ ഈക്വൽ ടു ഡെൽറ്റ കണക്ഷൻ്റെ കേസിൽ അതെങ്ങനെ വരും, 20 × 3 വരും അല്ലേ. 20 × 3 ഈക്വൽ ടു 60 ആംപിയർ. 60 ആംപിയർ ആണ് നമ്മുടെ ആൻസർ വരിക. ഇനി നമ്മൾ ഓപ്ഷൻസിലേക്ക് നോക്കും. ഓപ്ഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് 60 ആംപിയർ എന്ന് പറയുന്ന ഒരു ആൻസർ ഇവിടെ ഉണ്ടോ, ഇല്ല. അപ്പോൾ നമുക്ക് ഇതല്ല ലൈൻ കറണ്ട് അല്ല, ഫേസ് കറണ്ട് ആണ് തന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു അസംഷൻ എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ഓഫ് ഡെൽറ്റ എന്തായിരിക്കും, സ്റ്റാർട്ടിംഗ് ഓഫ് ഡെൽറ്റ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20 × √3 ആയിരിക്കും. ഓക്കെ, അതായത് 20√3 ആണ് നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടോ നോക്കി, 20√3 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ വരിക 20√3 ആണ്. ഇപ്പോൾ 60ഉം 20√3ഉം വന്നു കഴിഞ്ഞാൽ ഏത് ആൻസർ ഓപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ 60 ആയിരിക്കും എടുക്കുക. കാരണം നമ്മളെപ്പോഴും സപ്ലൈ നിന്ന് എടുക്കുന്നത് എന്താണ്, ലൈൻ കറണ്ട് ആണ് സപ്ലൈ നിന്ന് എടുക്കുക എന്നുള്ളൊരു അസംഷനാണ് നമുക്ക് അറിയുന്ന രീതിയിൽ. ബട്ട് അങ്ങനെ ഒരു ആൻസർ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്തിരിക്കുന്നത്, 20√3 എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് തന്നെയാണ് എന്ത് കൊടുത്തിരിക്കുന്നത്, PSCയുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്ന ആൻസറും പറയുന്നത്. ഓക്കെ, The armature core of a DC machine is laminated to minimize. എന്താണ് ആർമേച്ചർ കോർ ഓഫ് എ DC മെഷീൻ എന്തിനാണ് ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്? എപ്പോഴും ക്വസ്റ്റ്യൻസ്, ഇനിയിപ്പം ട്രാൻസ്ഫോമറിൻ്റെ ആയിക്കോട്ടെ ഏതിൻ്റെ ആയിക്കഴിഞ്ഞാലും ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, ലാമിനേറ്റ് ചെയ്യുന്നത് ടു റെഡ്യൂസ് ദി എഡി കറണ്ട് ലോസസ്. അങ്ങനെയാണെങ്കിൽ സിലിക്കൺ സ്റ്റീൽ എന്തിനായിരുന്നു യൂസ് ചെയ്യുന്നത്, സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത് ഹിസ്റ്ററിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലാമിനേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, എഡി കറണ്ട് ലോസസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് DC മോട്ടോർ ഹാസ് എ മാക്സിമം ഫ്ലക്സ്? ഇതിൽ എവിടെയാണ് DC മോട്ടോറിൻ്റെ കേസിൽ മാക്സിമം ഫ്ലക്സ് വരിക? മോട്ടോറിൻ്റെ കേസിൽ എവിടെയാണ് മാക്സിമം ഫ്ലക്സ് വരിക? മാക്സിമം ഫ്ലക്സ് വരിക ലീഡിങ് പോൾ ടിപ്പിലാണ് എന്ത് വരിക, മാക്സിമം ഫ്ലക്സ് വരിക. അങ്ങനെയാണെങ്കിൽ ജനറേറ്ററിൻ്റെ കേസിൽ എന്താണ്, ട്രെയിലിംഗ് പോൾ ടിപ്പിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഒരു DC മോട്ടോറിൻ്റെ കേസിൽ മാക്സിമം ഫ്ലക്സ് വരുന്നത് എവിടെയാണ്, മാക്സിമം ഫ്ലക്സ് വരുന്നത് ലീഡിംഗ് പോൾ ടിപ്പിലാണ് മാക്സിമം ഫ്ലക്സ് വരുന്നത്. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ, ദ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ ഹാവ് എ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഇൻ ദി സിസ്റ്റം ഓഫ് ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്. എവിടെയാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്? ഹയസ്റ്റ് വോൾട്ടേജ് സിസ്റ്റത്തിലാണ് എന്ത് ചെയ്യുന്നത്, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. അതായത് എബവ് 400 kVയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഒരു ഓപ്ഷൻ സി ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 kVക്ക് താഴെ യൂസ് ചെയ്യുന്ന സർക്യൂട്ട് ബ്രേക്കർ എന്താണ്? ഇറ്റ് ഈസ് എൻ എയർ ബ്രേക്കർ. എയർ ബ്ലാസ്റ്റും അതുപോലെ തന്നെ എയർ സർക്യൂട്ട് ബ്രേക്കറും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട്? എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറും എയർ സർക്യൂട്ട് ബ്രേക്കറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ എയർ സർക്യൂട്ട് ബ്രേക്കർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻ, അതായത് ലെസ് ദാൻ 1 kVക്കാണ് എന്ത് യൂസ് ചെയ്യുന്നത്, എയർ സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. ലെസ് ദാൻ 1 kV. അങ്ങനെയാണെങ്കിൽ വാക്വം സർക്യൂട്ട് ബ്രേക്കർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? വാക്വം സി ബി യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വാക്വം സി ബി യൂസ് ചെയ്യുന്നത് 11 kV ഓർ 33 kVയിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, വാക്വം സി ബി യൂസ് ചെയ്യുന്നത്. അവിടെ തന്നെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, SF6 സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? 11 kV അല്ലെങ്കിൽ 33 kVയിലാണ് യൂസ് ചെയ്യുന്നത്. ഇതിലിപ്പോൾ ഏതാ ഡോമിനേറ്റ് ചെയ്യുന്നത്, നമ്മൾ പ്രിഫർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ വാക്വം സർക്യൂട്ട് ബ്രേക്കറാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയർ ബ്ലാസ്റ്റ് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഇറ്റ് ഈസ് എയർ ബ്ലാസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ എ ഹയസ്റ്റ് വോൾട്ടേജ് സിസ്റ്റം. അതായത് എബവ് 400 kVയിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്, എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ചീപ്പസ്റ്റ് ഷീൽഡിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എ ന്യൂക്ലിയർ പ്ലാന്റ്. ഇതിൽ ഏതാണ് ചീപ്പസ്റ്റ് ഷീൽഡിംഗ് മെറ്റീരിയൽ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? കോൺക്രീറ്റ്, ബ്രിക്ക്, ബോറോൺ, കാഡ്മിയം. ഏതാണ് ചീപ്പസ്റ്റ് ഷീൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ കോൺക്രീറ്റ് ആണ് എന്ത് പറയുന്നത്, ചീപ്പസ്റ്റ് ഷീൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ പവർ പ്ലാന്റിലെ ഏറ്റവും ചീപ്പസ്റ്റ് ഷീൽഡിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ്? ഇറ്റ് ഈസ് എ കോൺക്രീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയിരിക്കുന്നത് എന്താ, നെക്സ്റ്റ് 15 ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി 15 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.